ഇനി മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഗുരുതരമായ കുറ്റകൃത്യത്തിന് തെളിവുകളോടെ ആണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതി ജയിലിലാക്കിയിട്ടും വീണ്ടും കോൺഗ്രസ് നേതൃത്വം പ്രകോപനം തുടരുന്നുവെന്നതാണ് മറ്റൊരു കാര്യം. രാഹുലിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന വഴി ജയിലിലേക്ക് മാറ്റുന്ന ഘട്ടത്തിലും പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞത് ഇതിനുദാഹരണമാണ്. മാത്രമല്ല, ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ അവിടെയും പ്രകോപനത്തിനൊരുങ്ങി. വീണ്ടും പ്രകോപനത്തിന് വഴിയൊരുക്കി യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തും നഗരത്തിലും സംഘർഷത്തിന് വഴിയൊരുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമെന്നാണ് സൂചന. കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും വിജയൻ വായന്തോട് നൽകും. വിജയനിലേക്ക് പോകാം. വിജയൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിജയൻ, ഒരു രീതിയിലും യൂത്ത് കോൺഗ്രസ് അടങ്ങില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ അക്രമ സമരവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ടും യൂത്ത് കോൺഗ്രസ് അതേ പാത പിന്തുടരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ, ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടും ഒരു രീതിയിലും അതിൽ നിന്നും പിന്നോട്ടില്ലാതെ വീണ്ടും ഒരു അക്രമ സമരത്തിനായി ഇറങ്ങുകയാണോ കോൺഗ്രസ്? തീർച്ചയായും കീർത്തി, ഈ തലസ്ഥാന നഗരത്തിൽ വലിയ അക്രമം അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ പത്തനംതിട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചു. വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തിയാണ് കോടതി, വഞ്ചൂർ കോടതി റിമാൻഡ് ചെയ്തത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ജാമ്യം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയ ഘട്ടത്തിലെല്ലാം തനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെ കാട്ടിയായിരുന്നു അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചത്. അതിനുശേഷമാണ് വിശദമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അത്തരത്തിൽ ഒരു ശാരീരിക പ്രശ്നം ഇല്ല എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. 22-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. എന്തായാലും അതിന് ഇടയിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഇടയിലൊക്കെ യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രകോപനവും അക്രമവും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന് നേരെ വലിയ രീതിയിലുള്ള അക്രമത്തിന് മുതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. PC വിഷ്ണുനാഥ് MLA നേതൃത്വത്തിൽ പോലും കോടതിയുടെ മുന്നിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അക്രമത്തിനും പ്രകോപനത്തിനുമായിരുന്നു യൂത്ത് കോൺഗ്രസ് മുതിർന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് കൂടുതൽ അക്രമത്തിലേക്ക് ഈ പ്രതിഷേധം എത്തിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തതിലും അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്. ഇതിലും വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന് നേരെ ഭീകരമായ രീതിയിലുള്ള അക്രമമായിരുന്നു ഇവരുടെ ആദ്യത്തെ സമരത്തിൽ തന്നെ അഴിച്ചുവിട്ടത്. മാരകമായ ഈ ആണിയുള്ള പട്ടിക ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പോലീസിന്റെ ഷീൽഡ് തകർക്കുന്നു, പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുന്നു, പോലീസ് വാഹനങ്ങൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ വനിതാ പോലീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ തടഞ്ഞ് അതിൻ്റെ ചില്ലുകൾ തകർക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഒരു തലസ്ഥാന നഗരത്ത് വലിയൊരു കലാപസമാനമായ അന്തരീക്ഷം ആണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് ആ സമരത്തിൽ ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷവും നടന്ന കോൺഗ്രസിൻ്റെ മാർച്ചിലും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമം ഈ DGP ഓഫീസിൽ മാർച്ചിലും അരങ്ങേറി. അത്തരത്തിൽ ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചും വലിയ രീതിയിലുള്ള ഒരു അക്രമമായി മാറ്റാനുള്ള ഒരു നീക്കമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെതിരായി പോലീസിനെതിരായി വലിയ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക ഇത്തരം സമരങ്ങളിലൂടെ എന്നത് തന്നെയാണ് ഈ നവകേരള സദസ്സ് ആരംഭിച്ചത് മുതൽ ഈ യൂത്ത് കോൺഗ്രസ് ആ രീതിയിലുള്ള സമരവുമായിട്ടാണ് മുന്നോട്ട് പോയത്. വഴിയരികിൽ ഒക്കെ മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ എറിയുന്നു, ചീമുട്ട എറിയുന്നു. ഒപ്പം തന്നെ ഈ റോഡിലേക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനവ്യൂഹം സഞ്ചരിച്ച റോഡിലേക്ക് അക്രമം ഉണ്ടാക്കുന്ന രീതിയിൽ എടുത്തു ചാടുന്നു. അങ്ങനെയുള്ള ഒരു പ്രകോപനം പൂർണ്ണമായും ഉണ്ടാക്കി ഈ പോലീസിനെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും ജനവികാരം ഉണ്ടാക്കാം എന്നുള്ള ഒരു അത്തരത്തിലുള്ളൊരു ആശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള നീക്കമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. അതിൻ്റെ അവസാനമാണ് നേരത്തെയും 22ഓളം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതിയായിരുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിനും പോലീസിൻ്റെ നടപടികൾ തടസ്സപ്പെടുത്തിയതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ഉപയോഗപ്പെടുത്തിയാണ് കേസുണ്ടായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്തായാലും അതിൻ്റെ പേരിലും വലിയ രീതിയിലുള്ളൊരു അക്രമ സമരത്തിലേക്ക് നീങ്ങാനുള്ള നടപടിയാണ്, അത്തരത്തിലുള്ളൊരു ആഹ്വാനമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്.
കീർത്തി. വിജയൻ, അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത ആ ഒരു സാഹചര്യം ആരും തന്നെ മറന്നിട്ടില്ല. അത്തരം അക്രമ സമരങ്ങൾ, അത്തരം അക്രമ സംഭവങ്ങൾ ഇന്നും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണോ കരുതേണ്ടത്? കാരണം അന്ന് ഒരു സംഭവം നടക്കുമ്പോൾ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും ഒരു സമാന സാഹചര്യമൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും കീർത്തി, ഇന്ന് ഈ UDFന്റെ ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ കണ്ടോൺമെൻറ് ഹൗസിൽ രാവിലെ 10:30 ചേരും. ഇതിന് ശേഷമായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടക്കുക. പ്രതിഷേധ മാർച്ചിൽ ഈ UDF നേതാക്കൾ ഉൾപ്പെടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു അക്രമം അഴിച്ചുവിടാനുള്ള ഒരു ആഹ്വാനം തന്നെയായിരുന്നു കഴിഞ്ഞ തവണ. ഇപ്പോൾ കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ ആ സമരത്തിന് ഇടയിലും പ്രതിപക്ഷ നേതാവ് ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത് പിരിഞ്ഞു പോവുകയും വീണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി ഇത്തരത്തിൽ അക്രമം നടത്താനുള്ളൊരു ആഹ്വാനം നേരിട്ട് നൽകി പ്രവർത്തകർ അക്രമത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അക്രമം നടത്തിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോയവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ വാഹനത്തിൽ കയറ്റിയായിരുന്നു DCC ഓഫീസ് പരിസരത്തേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇന്ന് UDF യോഗം നടക്കുന്നത് കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തലസ്ഥാനത്തുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം എന്താകും, അവരുടെ കൂടി സാന്നിധ്യത്തിൽ ഒരു അക്രമത്തിലേക്ക് കടക്കുക എന്നതായിരിക്കും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക. അത്തരത്തിലുള്ളൊരു സമരത്തിലേക്കാണ് കടക്കാൻ അവർ നീക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്വാഭാവികമായും പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ നിരവധി സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒക്കെ പ്രതികളാവാറുണ്ട്. പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കേസുകൾ പോലീസ് എടുക്കുകയും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള അക്രമത്തിന് കോപ്പുകൂട്ടുന്നത്. നേരത്തെ UDF ഭരണകാലത്ത് ഉൾപ്പെടെ വലിയ തരത്തിൽ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു സ്വാഭാവികമായും പോലീസ് ഈ പൊതുപരിപാടികളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമയങ്ങളിൽ ഒന്നും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് തരത്തിലുള്ള ഒരു വലിയ തരത്തിലൊരു സംഘർഷമാക്കി മാറ്റാതെ വീട്ടിൽ ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലുണ്ടായ സമയത്ത് തന്നെ അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് എത്തിയത്. ആ രീതിയാണ് പോലീസ് ഇന്നലെ പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും അത് വലിയ അക്രമ സമരമാക്കി മാറ്റാനുമുള്ള ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു അറസ്റ്റിന് ശേഷം സമൂഹ മാധ്യമങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വലിയ തരത്തിലുള്ള ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയും അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് ഘോരഘോരം ആളുകൾ പ്രശംസിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ ആ കഴിഞ്ഞ തവണത്തെ ആ ഒരു അക്രമ സമരം അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പോലീസിനെ മർദ്ദിക്കുന്നു, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ആണിയടിച്ചുള്ള പട്ടിക ഉപയോഗിച്ച് മർദ്ദിക്കുന്നു, വനിതാ പോലീസിലെ പിങ്ക് പോലീസിലെ വാഹനം തകർക്കുന്നു. ഇത്തരം അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത്. ഇതിന്റെ ഒരു ഭാഗമായുള്ള ഒരു അറസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. ഗുരുതരമായ കുറ്റമാണ് ചെയ്തതെന്ന് കോടതി വരെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഇതൊന്നും പൊതുജനങ്ങൾ അറിയുന്നില്ല എന്നാണോ നേതൃത്വം കരുതുന്നത്? കീർത്തി, തീർച്ചയായും മണിക്കൂറുകളോളം നീണ്ടു നിന്നിരുന്ന സമരമായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്തുണ്ടായിരുന്നത്. അതിനുശേഷം ആ സമരം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ DCC ഓഫീസ് പരിസരത്തേക്ക് ബേക്കറി ജംഗ്ഷനിലേക്കും ഒക്കെ വ്യാപിച്ചു. അവിടെയാണ് വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായിരുന്നത്. ഇതെല്ലാം ലൈവായി തന്നെ ജനങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് നേരത്തെയും ഇത്തരത്തിൽ നേതാക്കളെ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും പല സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെയും ഇത്തരത്തിൽ ഒരു കേസുള്ള ഘട്ടങ്ങളിലെല്ലാം വലിയ തരത്തിൽ ആൾക്കൂട്ടമുള്ള സ്ഥലത്തോ പൊതു പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്തോ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ളൊരു പ്രകോപനം ഉണ്ടാക്കലായി അത് മാറും എന്ന് പോലീസിനറിയാം. കാരണം അവർ അതിനെതിരായി ആ സ്പോട്ടിൽ തന്നെ പ്രതിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്കും അക്രമത്തിലേക്കും ഒക്കെ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും രാവിലെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ ഇരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറപ്പെടും മുമ്പ് തന്നെ രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് രാഹുലിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ ഒരു അസ്വാഭാവികമായ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ കൃത്യമായി പറയാം. കാരണം മറ്റൊരു പ്രകോപനത്തിലേക്ക് പോകരുത് എന്ന കൃത്യമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ആ നടപടിയിലേക്ക് കടന്നത്. ഇതിനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ചിലരെല്ലാം വീട്ടിൽ കയറി അറസ്റ്റ്
അറസ്റ്റ് ചെയ്തു എന്ന ഒക്കെ വലിയ തരത്തിലുള്ളൊരു പ്രചാരണമായി മാറ്റുന്നത്. എന്തായാലും നേരത്തെയും UDF ഭരണകാലത്ത് ഉൾപ്പെടെ CPIM-ൻ്റെയും അതുപോലെ തന്നെ DYFI-യുടെയും SFI-യുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഈ രീതിയിൽ തന്നെ രാത്രി 12 മണിക്കും പുലർച്ചെയും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം നേരത്തെയുമുണ്ട്. അതെല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നിലവിലിപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രചരിപ്പിക്കുന്നതും നടത്തുന്നതും. കീർത്തി. ശരി, വിജയനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.